രാവിലെ 4 മണിക്ക് പുഷ്പയ്ക്ക് എത്തിയേക്കില്ല. അപ്പൊ ഒരു എക്സ്പെക്ടേഷൻസ് ഒന്ന് പറയൂ മൂവിനെ പറ്റി. അതിലൊക്കെ എന്താ പറയാനോ അല്ല, ഈ പുഷ്പ 1-നേക്കാളും റെക്കോർഡ് തകർക്കുന്നു ചാൻസ് ഇല്ലേ? കാരണം 4 വർഷം 3 വർഷം ആയില്ലേ ഷൂട്ടിംഗ് ഗ്യാപ്പായിട്ട്. ട്രെയിലേഴ്സ് ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഹൈപ്പ് ആടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെയല്ല, കാരണം സാധാഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് അല്ലു അർജുൻ അതൊരു വലിയ ഫാക്റ്റാണ്. കാരണം ആള് കുറച്ചൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സാധാ പറഞ്ഞ. ഇപ്പൊ നമുക്ക് നോക്കാം, കണ്ടറിയാം. സാഫേനൊക്കെ പറ്റിയോ? അതിന് ചിന്തിക്കണ്ടല്ലോ, മലയാളത്തിലെ മെയിനാണ് അത്. നോക്കാം. ആ ഒരു ലെവൽ മീൻസ് 1-നേക്കാളും കുറച്ചുകൂടി ഹൈ എൻഡ് ലെവല് ആയിട്ട് ട്രെയിലേഴ്സ് ഒക്കെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഒരു ലെവൽ നോക്കുമ്പോൾ മൂവി എങ്ങനെയായിരിക്കും ഫീൽ ആവുന്നത്? അടിപൊളിയായിരിക്കും. രാവിലെ 4 മണിക്ക് എത്തുമ്പോൾ എന്തൊക്കെയുണ്ട്? മീൻസ് ഒരു കിടിലം മൂവി ആവുമെന്ന് തോന്നുന്നുണ്ടോ? കിടിലം മൂവി ആയിരിക്കും, ആവണല്ലോ. ഭയങ്കര എക്സ്പെക്ടേഷനാണ്. കാരണം ഞാൻ കട്ട അല്ലു അർജുൻ ഫാനാണ്. അതുകൊണ്ട് രാവിലെ കാണാൻ. പുഷ്പ 1-ഉം ഇതും നോക്കുമ്പോൾ ഇത് കയറുമെന്ന് തോന്നുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കളക്ഷൻ എടുക്കുമെന്ന് ഫീൽ ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും പ്രതീക്ഷയുണ്ട്. കാരണം ഇത്ര വലിയ ബഡ്ജറ്റിൽ അതും അല്ലു അർജുൻ ഇത്രയധികം റെമ്യൂണേഷനൊക്കെ മേടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ട്രെയിലേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അയ്യോ പടം കണ്ടിട്ട് ബാക്കി പറയാം. പോട്ടെ. എങ്ങനെയുണ്ടാ മൂവി? എങ്ങനെയുണ്ടാവും? എക്സൈറ്റഡ് ആണ്. അല്ലു അർജുൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ ഒരു മൂവിനേക്കാളും കംബാക്ക് ആണ്. നല്ല എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെന്റ് ആണല്ലോ കണ്ടു കഴിഞ്ഞിട്ട് പറയാ. പുഷ്പ 1-ൽ ഇപ്പൊ ഫാഫയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ചുണ്ടായുള്ളൂ. ഇതിൽ ഓർഡർ ത്രൂ ഔട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ ഒരു വികാരമാണല്ലോ. ആക്ടിങ് ഒക്കെ വേറെ ലെവലാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാണാൻ വേണ്ടി എത്തിയില്ല. ആ ഒരു എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അല്ല, മൂവി എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്? ഇപ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ രശ്മിക മന്ദാനൊക്കെ പറയണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ ഒരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഓബിയസ്ലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് 4 മണിക്ക് വന്നത്. എന്തായാലും കണ്ടിട്ട് ട്രെയിലേഴ്സും ബാക്ക് സോങ്സ് ഒക്കെ കേട്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു സോങ്സിൽ മലയാളം ഹുക്ക് ഉണ്ട് സ്റ്റാർട്ടിങ്. അതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു സോങ്? ഇഷ്ടപ്പെട്ടു. സോറി, എങ്ങനെയായിരിക്കും മൂവി? ഒരു പുഷ്പ 1 കണ്ടിറങ്ങിയതല്ല, അതിനേക്കാളും ഒരു തട്ടി കയറി നിൽക്കുന്ന മൂവി ആവുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ? ട്രെയിലറൊക്കെ കണ്ടായിരുന്നില്ലേ? പിന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു അടിപൊളി പുഷ്പ 1-നേക്കാളും വെട്ടുന്ന ഒരു മൂവി ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഫാഫനാണോ വേണ്ടി ഫാഫയുടെ പെർഫോമൻസ് ആണ് എക്സ്പെക്ടേഷൻ പറയും. അല്ല ബ്രോ, നല്ല പടമായിരിക്കും അല്ലെങ്കിൽ ഒന്ന് എക്സ്പെക്ട് ചെയ്യാനോ? പുഷ്പ 1 ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ ഇതിനേക്കാളും ഒരു ബെറ്റർ മൂവി ആയിരിക്കും ഫീൽ ചെയ്യണോ? അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തും ഈ മൂവി? അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിന് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. കാണാനുള്ള സെറ്റപ്പിലൊന്നും ഒരു എക്സ്പെക്ടേഷൻ ഒന്ന് പറയൂ. അങ്ങനെ ഫീൽ ഇപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പറഞ്ഞേക്കാണ്. അപ്പൊ എന്ത് എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞേക്കണം? മസാല പടം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകുന്നത് കണ്ടിട്ട് ഇറങ്ങും പറയാം. അല്ലു അർജുന് ഫാഫയുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? നന്നായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഫാഫയുടെ കഴിഞ്ഞ മൂവി നോക്കി കഴിഞ്ഞാൽ ഒരു ഹാഫ് ഔട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ മൂവിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ഒരു ബ്രഹ്മാണ്ഡ മൂവി ആയിരിക്കും ഫീൽ ഉണ്ട്. വേണ്ടി ട്രെയിലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? മീൻസ് ഹൈപ്പും ഇത് എക്സ്പെക്ടേഷൻസും ഒന്ന് പറയും.